ബാബാ അങ്ങനെ നോക്കാതെ പെണ്ണേ, കണ്ണു തട്ടും. ഓ, ഈ പാന്റും കോട്ടും സൂട്ടൊക്കെ ഇട്ടണ്ടേ ഇക്കയെ കാണാൻ എന്തൊരു ചന്തം. ആ, അങ്ങനെ ഒരുപാട് വേഷം കെട്ടാൻ വിധിക്കപ്പെട്ടവനാ മോളെ ഈ ഇക്ക. ഓ, പിന്നെയും തുടങ്ങി എനിക്ക് മനസ്സിലാകാത്ത ഇക്കയുടെ വാപ്പയുടെ ഓരോ ഭാഷകള്. നിനക്കൊന്നും മനസ്സിലാവില്ല. എനിക്കൊന്നും മനസ്സിലായില്ല ഇക്കയല്ലാതെ. ആ, വാപ്പയും കാതറും ഒക്കെ എവിടെ? എനിക്കറിയാം, ഇക്ക വിഷയം മാറ്റല്ലേ. ഡി മോളെ, വാപ്പയും കാതറും എവിടെ നിന്നാണ് ചോദിച്ചത്. മോനെ, ജോലി അപകടം പിടിച്ചതാണ്. പ്രിയയുടെ നേർക്ക് ഏത് നിമിഷവും പാഞ്ഞു വരാവുന്ന വെടിയുണ്ട നിന്റെ നെഞ്ചു തുളച്ച് കയറിയെന്ന് വന്നേക്കാം. പക്ഷെ ഈ ദൗത്യം ഒഴിവാക്കാൻ ഒക്കില്ല മോനെ. മൊറൈസിന്റെ തന്ത്രങ്ങളെ ഞാൻ അതിജീവിക്കും. അയ്യോ, ഇതുവരെ പോയില്ലേ? എങ്ങോട്ട്? പ്രിയമോള് പോയി കഴിഞ്ഞു ജോഗിങ്ങിന്. അത് കഴിഞ്ഞ് സ്വിമ്മിങ്, സ്റ്റീം ബാത്ത്. എനിക്ക് വയ്യ. അല്ല, നമ്മൾ ആരാണെന്ന് മനസ്സിലായില്ല. ദാ കുഴഞ്ഞു. ഞാൻ കൃഷ്ണനുണ്ണി, ടെക്സ്റ്റൈൽ ടൈക്കൂൺ ദർശൻ ദാസിന്റെ സെക്രട്ടറി കം PA കം ഫിലോസഫർ കം അഡ്വൈസർ കം 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 കം. ഓ, അപ്പൊ ഓൾ ഇൻ വൺ. ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആ മുഖത്തെ ഗൗരവം അറിയല്ലോ. പിന്നെ ഗൗതം, ഒന്നും തോന്നരുത്. പ്രിയമോള് ഒരിത്തിരി ശാഠ്യക്കാരിയാ. അതുകൊണ്ട് ഒന്ന് തഞ്ചത്തിൽ നിന്നോണേ. ഓ, മെരുക്കാൻ എത്തുന്നവനെ ഏത് മൃഗവും ആദ്യം പുറങ്കാലുകൊണ്ടെന്ന് എറിയും. ഞാൻ മാനേജ് ചെയ്തോളാന്നേ. ആ, പിന്നെ പ്രിയമോളുടെ ടൈം ടേബിള് കൃത്യം 10 ഉണ്ടെങ്കിൽ ഓഫീസിൽ പോയിരിക്കും. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്ക് ഡ്രസ്സിങ്, 7 മണിക്ക് കുളി. ഓ, അവിടെയും ഞാൻ വേണം. പിന്നെ പിന്നെ എന്തിനാ അവിടെ പോണേ? ആള് കൊള്ളാലോ, തമാശക്കാരൻ തന്നെ. ഇങ്ങനെ ഒരാള് തന്നെയാണ് നമ്മുടെ പ്രിയമോൾക്ക് ആവശ്യം. സ്റ്റോപ്പ് പ്ലീസ്. What do you want? മാഡത്തിനെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. Never mind. എന്നെ നോക്കാൻ എനിക്കറിയാം. ഐ എം സോറി. നിങ്ങളുടെ രക്ഷ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ തീരുമാനിക്കുന്നത് നിങ്ങൾ അനുസരിക്കേണ്ടി വരും. സ്റ്റോപ്പ് റൈഡിംഗ് ആൻഡ് കം. Shut up. It's none of your business. Leave me. എന്നെ തൊടാൻ ഇത്രയ്ക്ക് ധൈര്യമോ? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? ഐ എം സോറി. മനഃപൂർവ്വമായിരുന്നില്ല. കാവൽക്കാരന് തൊടാം, കാത്തു സൂക്ഷിക്കാൻ. ടേക്ക് ദ കാർ. സുൽത്താനെ മോഹിപ്പിച്ച അറബിക്കഥയിലെ രാജകുമാരിയല്ലേ നീ? നിനക്കിവിടെ എന്ത് കാര്യം? ഇത് വീടല്ല, കമ്പനിയുമല്ല. അറിയാം. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിലെ ഒരു സാധാ ഗുമസ്തയ്ക്ക് എന്റെ ഡാഡി ഇഷ്ടദാനമായി കൊടുത്ത ബംഗ്ലാവാണിതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? മനഃപൂർവ്വമാണ്. ഡാഡിയുടെ ജീവിതത്തിൽ ഒരു നീരാളിയെ പോലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഇവളുടെ സാന്നിധ്യത്തിൽ എനിക്കത് പറയണം. പറഞ്ഞു തൊലക്കടാ. തൊലഞ്ഞുകൊണ്ടിരിക്കുക. മൊറൈസ് ഗ്രൂപ്പ് ഓഫ് ടെക്സ്റ്റൈൽസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ ആളില്ലാതെ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു. അതിനിടയിൽ പ്രിയദർശിനിയെ തോൽപ്പിക്കാൻ തുഗ്ലക്കിനെ പോലെ 20% ശമ്പളം വർദ്ധിപ്പിച്ചതിന്റെ ദുരന്തം
ഈ വർഷം കമ്പനിയുടെ നഷ്ടം ഭീമമായിരിക്കുമെന്ന് ഓഡിറ്റേഴ്സ് പറയുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ ഡാഡിക്ക് സമയമില്ലല്ലോ. ഒന്നുകിൽ പ്രിയയുടെ തലയെടുക്കാനുള്ള തന്ത്രം, അല്ലെങ്കിൽ ഇഷ്ടക്കാരിയോടത്തുള്ള ഉല്ലാസം. ബിസിനസിന്റെ ത്രാസിൽ ലാഭവും നഷ്ടവും ഉണ്ടാവും. നീ എന്നെ പുതിയ ഉടനെ പട്ടികയൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ തന്ത എങ്ങനെ ഉല്ലസിക്കണമെന്ന് പറഞ്ഞു തരുന്ന ഒരു മകനെയും എനിക്ക് ആവശ്യമില്ല. ഡാഡിക്ക് ആരെയും ആവശ്യമില്ലല്ലോ. കാലത്തിനൊത്ത് പ്രൊഡക്ഷന്റെയും മാർക്കറ്റിംഗിന്റെയും തന്ത്രങ്ങൾ മാറ്റാനുള്ള എത്ര പ്രപ്പോസൽസ് ഞാൻ വച്ചു. ഡാഡിക്കും ഡാഡിയുടെ ഗുണ്ടകൾക്കും അതൊന്നും മനസ്സിലാവില്ല. എന്റെ തുണിമില്ലേ ഇനി അങ്ങ് അറബിക്കടലിൽ താണുപോയാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല. അതിനേക്കാൾ വിളതരുന്ന വിത്ത് ഞാൻ വേറെ വിതച്ചിട്ടുണ്ട്. പക്ഷെ ആ അണ്ടർഗ്രൗണ്ട് ബിസിനസ്സുകളിൽ നിന്ന് ഡാഡി കൊയ്തു കൂട്ടുന്നത് ദുരന്തങ്ങളായിരിക്കും. ഡാഡിക്ക് ചെറിയേക്കാൾ പ്രായമുണ്ട്, കൂടുതൽ പരിചയവും. അത് മറക്കണ്ട. എന്റെ ഡാഡിയുടെ പ്രായം നീ എന്നെ ഓർമ്മിപ്പിക്കുന്നോ? അത് അറിഞ്ഞിരിക്കേണ്ടവൾ നീയാ. എന്റെ വീട്ടിൽ അഴുക്കുതൂത്ത് കറ പിടിച്ച കുറ്റിച്ചൂലുണ്ടോ? നിന്നെ അടിച്ചറക്കാം. അവനെ വേണ്ട, എന്നെ ചൊല്ലി ആരും അംഗം വെട്ടണ്ട. ജനി ജനി പുറത്ത് വെയിറ്റ് ചെയ്യാനല്ലേ ഞാൻ പറഞ്ഞത്? അതെ, പിന്നെന്താ ഇവിടെ? ഇതിനകം അത്ര സേഫ് അല്ലെന്ന് തോന്നി. എനിക്കൊന്ന് ബാത്റൂമിൽ പോണേല് നിങ്ങൾ അവിടെയും വരുമോ? ബാത്റൂമിന് ഒരു ഡോറേ ഉള്ളെങ്കിൽ പുറത്ത് വെയിറ്റ് ചെയ്യും. അതല്ല 2-3 ഡോർ ഉണ്ടെങ്കിൽ അകത്ത് വരും. സേഫ്റ്റി മെഷർ. വാട്ട്? സേഫ്റ്റി മെഷർ. മമ്മിയുടെ മോള് സുന്ദരിയാണല്ലേ? അണിഞ്ഞൊരുങ്ങി എന്നും വൈകിട്ടിറങ്ങി പോകുന്ന നീ തിരിച്ചു വരുന്നവരെ ഞാൻ തീ തിന്നുക മോളെ. നീ ഒത്തിരി വളർന്നു പോയെന്ന് എനിക്കൊരു തോന്നല്. ഒരുപാട് സ്വപ്നങ്ങൾ മമ്മി നിന്നെപ്പറ്റി നെയ്തു കൂട്ടിയിട്ടുണ്ട് മോളെ. ഐ ആം നോട്ട് ഗെറ്റിംഗ് യു. നിന്റെ പ്രായത്തെയും ശീലങ്ങളെയും എനിക്ക് പേടിയാ മോളെ. എന്നെ നോക്കാൻ എനിക്കറിയാം മോളെ. ഉപദേശിക്കുമ്പോൾ നിനക്ക് മമ്മിയോട് വെറുപ്പ് തോന്നും. പക്ഷെ നീയും എന്നെ പോലെ ഒരു അമ്മയാകേണ്ടവളല്ലേ? ഇത് മമ്മിയുടെ ടീനേജ് പോലൊന്നുമല്ല. വീടിന്റെ ചുമരുകൾക്കുള്ളിൽ വീർപ്പ് മുട്ടി, മാരേജ്, ഡെലിവറി. ഓ, ഐ കാൻ ഇമാജിൻ. ഐ വാണ്ട് ടു ഫ്ലൈ മമ്മി. പറന്ന് പറന്ന് അങ്ങ് ദൂരെ ദൂരെ എവിടേക്കെങ്കിലും. ശരിയാ മോളെ. ഓരോ അസ്തമനം കഴിയുമ്പോഴും നീ എന്നിൽ നിന്ന് അകന്നകന്നു പോവുകയാണ്. ഡോണ്ട് ബി സില്ലി. ഓക്കെ, ബൈ.